ഹലോ, വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും. ഓൾറൈറ്റ്, അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. നമ്മള് അവസാനം നിർത്തിയത് പൊസിഷൻ ഓഫ് അഡ്വേർബ്സിനെ കുറിച്ചാണ്. അത് പേജ് നമ്പർ 61 ആണ്. പേജ് ഒന്ന് എടുക്കട്ടെ. ഓക്കെ, ഇവിടെയാണ് നമ്മൾ നിർത്തിയത് കേട്ടോ. ഇതുവരെ നിങ്ങൾക്ക് ഗ്രാമർ, പാർട്സ് ഓഫ് സ്പീച്ച് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. അപ്പം പൊസിഷൻ ഓഫ് അഡ്വേർബ്സ്, നമ്മൾ അഡ്വേർബ്സ് ഓഫ് മാനറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. രണ്ടാമത്തെ പൊസിഷനാണ് പൊസിഷൻ അഡ്വേർബ് ഓഫ് പ്ലേസ്. ഇനി ഇതാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മൾ തുടങ്ങുന്നത്, അഡ്വേർബ് ഓഫ് പ്ലേസ്. ഓക്കെ, ഇതില് adverb of place such as here, there, nowhere, somewhere, away, everywhere are placed after the object if the verb is transitive. ഈ ട്രാൻസിറ്റീവ് ഇൻട്രാൻസിറ്റീവ് സെവറൽ ടൈംസ് വരുന്നതാണ്. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ വിച്ച് ഹാസ് ഗോട്ട് an object. ഓക്കെ, ഇൻട്രാൻസിറ്റീവിന് ഓബ്ജക്റ്റ് ഇല്ല. അപ്പം നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ട്രാൻസിറ്റീവ് വേർബ് ആണെങ്കിൽ അഡ്വേർബ് എവിടെ പ്ലേസ് ചെയ്യണം എന്നതാണ് നമ്മളോട് ഇവിടെ പറയുന്നത്. അപ്പം അഡ്വേർബ് പ്ലേസ് സച്ച് ആസ് ഹിയർ, ദേർ, നോവെയർ, സംവെയർ, അവേ, എവരിവെയർ ഇങ്ങനത്തെ വാക്കുകൾ, ഇതൊക്കെ പ്ലേസിനെ സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ എവിടെ ചെയ്യണം? ആഫ്റ്റർ ദി ഓബ്ജക്റ്റ് ഇഫ് ദ വെർബ് ഈസ് ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവിന് ഡെഫിനറ്റ്ലി ഓബ്ജക്റ്റ് ഉണ്ടാവും. വെർബ് ട്രാൻസിറ്റീവ് വെർബ് ആണെങ്കിൽ നമ്മുടെ അഡ്വർബ് പ്ലേസ് ഡെഫിനറ്റ്ലി നമ്മൾ എവിടെ പ്ലേസ് ചെയ്യണം? ഓബ്ജക്റ്റിന് ആഫ്റ്റർ ദ ഓബ്ജക്റ്റ്, ഓബ്ജക്റ്റിന് ശേഷം. ഷീ സെർച്ച്ഡ് ഹെർ സ്പെക്ടക്കിൾസ് എവരിവെയർ. ഇതാണ് അഡ്വർബ് പ്ലേസ്. ഇത് എവിടെയാണ് നമ്മുടെ ഓബ്ജക്റ്റ് സ്പെക്ടക്കിൾ ആണ്. അപ്പോൾ ഓബ്ജക്റ്റിന് ശേഷമാണ് നമ്മൾ ഇവിടെ എവരിവെയർ ഉപയോഗിക്കേണ്ടത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, ഷീ കെപ്റ്റ് ഹെർ ബുക്സ് ദെയർ. അഡ്വർബ് പ്ലേസ് ആണ് ദെയർ. അപ്പം ഇവിടെ ഓബ്ജക്റ്റ് ബുക്സ് ആണ്. അപ്പം ബുക്സ്, ആഫ്റ്റർ ദ ബുക്സ് ആണ് നമ്മൾ ഇവിടെ ഓബ്ജക്റ്റ് അഡ്വർബ് പ്ലേസ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, there is no object. ഓബ്ജക്റ്റ് ഇല്ലാത്ത വേർബ്സ് ആണ് ഇൻട്രാൻസിറ്റീവ് വേർബ്സ് കേട്ടോ. ഇഫ് there is no object, the adverb or place are usually placed after the verb. Same thing. ഇവിടെ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പ്ലേസ്ഡ് ആഫ്റ്റർ ദി ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റിന് ശേഷമാണ്, സോറി, നോട്ട് സെയിം തിങ് അല്ല. ആദ്യം ട്രാൻസിറ്റീവ് വെർബ് ആണെങ്കിൽ ഓബ്ജക്റ്റീവിന് ശേഷം നമ്മൾ അഡ്വർബ് പ്ലേസ് ചെയ്യും. ഇൻട്രാൻസിറ്റീവ് വെർബ് ദർ ഇസ് നോ ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ അഡ്വർബ് പ്ലേസ് എവിടെയാ പ്ലേസ് ചെയ്യുന്നത്? ആഫ്റ്റർ. ഇത് കണ്ടോ, ആഫ്റ്റർ ദ വെർബ്. ഇവിടെ സിറ്റ്സ് ആണ് വെർബ്. ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത്, സോറി, ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത് സിറ്റ്സ് ആണ്. ഇത് കണ്ടോ, ഇതാണ് വെർബ്. ഇത് എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്? ദെയർ ആണ് അഡ്വർബ് പ്ലേസ്. ആഫ്റ്റർ ദ വെർബാണ് ഇവിടെ അഡ്വർബ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ വാക്ക്ഡ് ആണ് ഇവിടുത്തെ വെർബ്. ഇതിന് ശേഷമാണ് ഈ അഡ്വർബ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിന് ഓബ്ജക്റ്റ് ഇല്ല ഇവിടെ. അപ്പൊ നമ്മള് ഈ വെർബിന് ശേഷം അഡ്വർബ് പ്ലേസ് മാർക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് നമ്മൾ എവിടെയാ ചെയ്യേണ്ടത്? somewhere and anywhere. Somewhere and anywhere. Somewhere and anywhere used in the same way as that of some and any. നമ്മൾ അതേപോലെ തന്നെ സം ആൻഡ് എനി എങ്ങനെ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെയാണ് സംവെയർ ആൻഡ് എനിവെയറും ഉപയോഗിക്കേണ്ടത്. ഷി ഹാസ് ഗോൺ സംവെയർ, എവിടെയോ പോയേക്കാണ്.
ഷീ ഹാസൻറ്റ് ഗോൺ എനിവെയർ, എവിടെയും പോയിട്ടില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അതാ ഇനിയിപ്പോ എങ്ങനെ ഉപയോഗിക്കാം. ഹിയർ ആൻഡ്, അപ്പം സംവെയർ ആൻഡ് എനിവെയർ നമ്മൾ ഉപയോഗിക്കേണ്ട രീതി പറഞ്ഞു. സമ്മും സം, എനി, ഇത് ഉപയോഗിക്കുന്ന അതേ ലെവലിലാണ് ഇതും ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഹിയർ ആൻഡ് there can be followed by verb such as go and come. Here comes my friend, there goes my bus. അപ്പൊ ഹിയറും തേർന്നുമുള്ള ഇതിനെ followed by verb such as go and come. Here comes followed by, ഇതാണ് here comes my friend, ഇതാണ് എന്റെ ഫ്രണ്ട് വരുന്നു. There goes my bus. ഇങ്ങനെയുള്ളപ്പോ നമ്മൾ എവിടെ ഉപയോഗിക്കും? നമ്മൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്? ഇവിടെ ഇതിന് ഹിയർ ആൻഡ് there can be followed by the verb. ആദ്യം ഹിയർ ആൻഡ് there ഉപയോഗിക്കുക. അതിന്റെ കൂടെ വരുന്ന വെർബാണ് go and come. ഓക്കെ, ഓൾറൈറ്റ്. നെക്സ്റ്റ് നമ്മള് adverb of time. ഇതിനെ നമ്മൾ ടേബിളിൽ ഇട്ടേക്കാണ്. adverbs of time, adverb of place, adverb of manner, adverb of frequency, adverb of degree, and interrogative adverb, relative adverb. ഓക്കെ, ഇതൊക്കെയാണ് adverb of places. നോക്കാം. adverb of ടൈമിനെ സൂചിപ്പിക്കുന്നത്, ഇവിടെ മൊത്തത്തിൽ adverb of place കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്നത് ഈ ടേബിളിനകത്ത് ഓരോ adverbsന്റെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. adverb of ടൈമിനെ സൂചിപ്പിക്കുന്ന വേർഡുകളാണ് soon, lately, early, recently, never, ever, yet, still, go, already. ഇതൊക്കെ adverb ആണ്, adverb of time ആണ്. ly അവസാനിക്കണമെന്നില്ല. ഇതൊക്കെ adverb ആണ്. ഇത് adverb of ടൈമിനെ സൂചിപ്പിക്കുന്നതാണ് ഇത്. നെക്സ്റ്റ് adverb of place ആണ്. here, there, away, everywhere, nowhere, inside, outside, up, down, ഇതൊക്കെ adverb of place. ഇനി അടുത്തത് adverb of manner അല്ലെങ്കിൽ quality. bravely, sadly, carefully, well, thus, so, etc. ഇതൊക്കെ adverbs, manner of adverbs ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ adverb of frequency. frequency എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്ന ഡ്യൂറേഷൻ, സമയം. usually, always, occasionally, never, seldom, often, etc. Next, adverb of degree. fairly, entirely, every, enough, totally, almost, etc. ഇത് ഞാൻ എന്താ എക്സ്പ്ലെയിൻ ചെയ്യാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ adverb ഡിഗ്രി എന്താന്ന് വെച്ചാൽ ഈ വേർഡുകളാണ്. ഇതാണ്. പിന്നെ ഇന്ററോഗേറ്റീവ് adverb എന്ന് പറഞ്ഞാൽ ഇന്ററോഗേഷൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വേർഡ്സ് ആ കേട്ടോ. അപ്പൊ ഇവിടെ ഇന്ററോഗേറ്റീവ് adverb എന്ന് പറഞ്ഞാൽ when, why, how often, etc. ക്വസ്റ്റ്യൻ വേർഡ്സിനെയാണ് ഇന്ററോഗേറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് റിലേറ്റീവ് adverb. where, when, how. നമുക്ക് കുറെ adverbs ഉണ്ട്. adverbs of time, adverbs of place, adverbs of manner, adverb of frequency, adverb of degree, interrogative adverb, relative adverb. ഇത് ഈ വേർഡ്സുകളൊക്കെയാണ് ഈ adverbsനെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ടൈം, place, manner, quality, frequency, degree, etc. ഇനി അടുത്താണ് adverb of time എന്നാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്ന adverb of time. adverb of time അടുത്തത് ഇതിൽ കുറച്ച് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. adverb of time, adverbs of time such as now, recently, soon, afterwards, eventually, lately, etc. are placed either at the beginning or end of the clause. തുടക്കത്തിലോ അല്ലെങ്കിൽ അവസാനമോ ആണ് ഇങ്ങനെയുള്ള ഈ ടൈം adverb of time നമ്മൾ ഒരു സെന്റൻസിന്റെ തുടക്കത്തിലോ അല്ലെ അവസാനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റീസെന്റ്ലി ഷീ ബോട്ട് എ ന്യൂ ബൈസിക്കിൾ, ഇവിടെ സ്റ്റാർട്ടിങ്ങിലാണ് ഉപയോഗിച്ചേക്കുന്നത് adverb of time. her article was published recently, അതേ വേർഡ് തന്നെ ലാസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. റീസെന്റ്ലി എന്നുള്ള വേർഡ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് adverb of time such as before, early, late, immediately, etc.
യൂഷ്വലി പ്ലേസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ ക്ലോസ്. ഇങ്ങനത്തെ വേർഡുകൾ ബിഫോർ, ഏർലി, ലേറ്റ്, ഇമ്മീഡിയറ്റ്ലി, ഇങ്ങനെയുള്ള വേർഡുകൾ അവസാനം, സെന്റൻസിന്റെ അവസാനമാണ് ഉപയോഗിക്കുന്നതെന്ന് പറയും. ഷീ കെയിം ഇമ്മീഡിയറ്റ്ലി. ഷി ഹാസ് നോട്ട് ബീൻ ടു മുംബൈ ബിഫോർ. ഉണ്ടോ? ബിഫോറും ഏർലി ഈ സെന്റൻസിന്റെ അവസാനമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അഡ്വർബ്. അടുത്തത്, സിൻസ് ആൻഡ് എവർ സിൻസ് ആർ യൂഷ്വലി പ്ലേസ്ഡ് അറ്റ് ദി എൻഡ് പൊസിഷൻ. ഇതിനും അഡ്വർബ്സ് ഓഫ് ടൈമിൽ സിൻസും എവർ സിൻസും ലാസ്റ്റ് സെന്റൻസിന്റെ ലാസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്, ക്ലോസിന്റെ ലാസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഷി ലെഫ്റ്റ് ഹർ ഹോം ഇൻ 1995. We haven't heard from her since. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന നോക്കിക്കേ, ഇത് ലാസ്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, എറ്റ്. എറ്റ് എന്ന് പറഞ്ഞാൽ എന്നിട്ടും. It is usually placed after the verb or verb plus object. But if the object has many words, it is placed before the verb. അതായത് എറ്റ് എന്നുള്ള വേർഡ് അതിന്റെ പ്രത്യേകത എന്താന്ന് നോക്കാം. അത് എങ്ങനെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഷീ ഹാസിന്റ് മെറ്റ് ഹർ ടീച്ചർ യെറ്റ്. ഇവിടെ പറഞ്ഞേക്കുന്ന എറ്റ് യൂഷ്വലി പ്ലേസ്ഡ് ആഫ്റ്റർ ദ വെർബ് or verb plus object. ആഫ്റ്റർ ദ വെർബിന് ശേഷമാണ് എറ്റ് സാധാരണ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വെർബ് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് വരുന്നുണ്ട്, അതിന് ശേഷമാണ് എറ്റ് ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ വെർബ് കഴിഞ്ഞിട്ട് വരുന്ന ഒബ്ജക്റ്റ് ആണ് ടീച്ചർ കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് എറ്റ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. She hasn't yet completed her work which I have given to her 2 weeks ago. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, എറ്റ് ഇവിടെ പറഞ്ഞു വെർബ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് ശേഷം എറ്റ് വരും. പിന്നെ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, രണ്ടാമത്തേനെന്താ, ബട്ട് ഇഫ് ദി ഒബ്ജക്റ്റ് ഹാസ് മെനി വേർഡ്സ്. ഇവിടെ സോ മെനി വേർഡ്സ് ഇല്ലേ ഒബ്ജക്റ്റിന്, അപ്പൊ എന്താ പറയുന്നത്, എറ്റ് ഈസ് പ്ലേസ്ഡ് ബിഫോർ ദ വെർബ്. വെർബിന് മുന്നോടിയായിട്ടാണ് എറ്റ് ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. ഷി ഹാസിന്റ് എറ്റ് കംപ്ലീറ്റഡ് ദ വർക്ക്. കംപ്ലീറ്റഡ് വെർബിന് മുമ്പിലാണ് എറ്റ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വെർബിന് മുന്നോടിയായിട്ടാണ് ഇവിടെ എറ്റ് ഉപയോഗിച്ചത്. വെർബ് അതിന്റെ മുമ്പിലായിട്ടാണ് ഇവിടെ എറ്റ് വരുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നോട്ട്. It refers to until the present time and still implies continuous action. At സ്റ്റില്ലും രണ്ടും രണ്ട് മീനിങ് ഉണ്ട്, രണ്ടിനും ഡിഫറെന്റ് മീനിങ് ആണ് വരുന്നത്. എറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് until the present time, ഇതുവരെ, ഇതുവരെ എന്ന് കാണിക്കുന്നതാണ്. It refers to until the present time, ഈ സമയം വരെ കേട്ടോ. സ്റ്റിൽ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആക്ഷൻ ആണ്. സ്റ്റിൽ എന്ന വേർഡ് ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഷീ ഹാസിന്റ് കോൾഡ് മീ യെറ്റ്. ഈ നിമിഷം വരെ എന്നെ അവൾ വിളിച്ചിട്ടില്ല. അപ്പൊ രണ്ടാമത്തെ നോക്കിക്കേ നിങ്ങൾ, ഷീ സ്റ്റിൽ ഡസന്റ് കോൾ മീ. അതായത് ഈ സ്റ്റിൽ ഡസന്റ് കോൾ മീ, ഇപ്പോഴും വിളിക്കാറില്ല. ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. സ്റ്റില്ലിന്റെ കൂടെ കണ്ടിന്യൂസ് ആക്ഷന്റെ കൂടെയാണ് സ്റ്റിൽ ഉപയോഗിക്കുന്നത്. എറ്റിന്റെ കൂടെ, എറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ടൈം വരെയാണ് ഏറ്റോടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടെ ഇതിനെ കുറിച്ച് പറയാം. അഡ്വർബ്സ് ഓഫ് ടൈമിനെ കുറിച്ച് ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഒരു വട്ടം കൂടെ ഒന്ന്, ഓക്കെ, ഒരു വട്ടം കൂടെ ഞാൻ പറഞ്ഞു തരാം. Adverb of time show when something happens. Okay, adverb of time എന്താ കാണിക്കുന്നത്, എപ്പോഴാണ് ആക്ഷൻ സംഭവിക്കുന്നത്, സംതിങ് ഹാപ്പൻസ്, എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് കാണിക്കുന്നത്. ഇതിന്റെ പൊസിഷൻ ഇൻ എ സെന്റൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ബിഗിനിങ് പൊസിഷൻ, പൊസിഷൻ ഇൻ എ സെന്റൻസിൽ ഇവിടെ എൻഡ് പൊസിഷനിലാണ് വരുന്നത് കേട്ടോ. ശ്രദ്ധിക്കണേ, ഇവിടെ എൻഡ് ഓഫ് ദ ക്ലോസിലാണ് ടൈം, അഡ്വർബ് ഓഫ് ടൈം വരുന്നത്. ഇവിടെ വരുന്നത് ഇവിടെ അത് തന്നെ, ഗോ ടു ദി എൻഡ് ഓഫ് ദ പൊസിഷൻ, എൻഡ് പൊസിഷനിലാണ്.
ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇവിടെ എറ്റ് ഗോസ്, എറ്റ് ഗോസ് ആഫ്റ്റർ ദ വെർബ് ഓർ വെർബ് പ്ലസ് ഓബ്ജക്റ്റ്. ഇവിടെ എറ്റ് ഉപയോഗിക്കുന്നത്, എറ്റ് എന്നുള്ള അഡ്വേർബ് ഉപയോഗിക്കുന്നത് ആഫ്റ്റർ ദ വെർബ് ഓർ വെർബ് പ്ലസ് ഓബ്ജക്റ്റിന് ശേഷമാണ്. പിന്നെ ലാസ്റ്റ് വരുന്നത് ഇഫ് ഓബ്ജക്റ്റ് ഈസ് ലോങ് പുട്ട് എറ്റ് ബിഫോർ ദ വെർബ്. ഒബ്ജക്റ്റ് ലോങ് ആണെങ്കിൽ എറ്റ് ബിഫോർ വെർബിന് മുമ്പായിട്ടാണ് നമ്മൾ എറ്റ് ഉപയോഗിക്കേണ്ടത്. ഒബ്ജക്റ്റ് ലോങ് ആണെങ്കിൽ വെർബിന് മുമ്പിലായിട്ടാണ് നമ്മൾ എറ്റ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അത്രയൊക്കെയാണ് ഈ എറ്റിനെ കുറിച്ചും അഡ്വേർബ്സ് ഓഫ് ടൈമിനെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്തതാണ് അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി. Adverb of frequency. Adverb of frequency such as ever, never, hardly, rarely, seldom, always, frequently, occasionally, usually, often, once, etc. are placed after the be form of the verb. Remember be form of the verb. Be form of the verb which is am, are, has, have, was. അതൊക്കെയാണ് be form of the വെർബ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതൊക്കെ ഒന്നിനെ കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം ആദ്യത്തെ നമുക്ക് നന്നായിട്ട് മനസ്സിലായാലേ ഇതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് പിടികിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ആദ്യത്തെ നൗണും വെർബും നന്നായിട്ട് ലിസൺ ചെയ്ത് പഠിക്കുക, എന്നാലേ അതിനെ ആശ്രയിച്ചാണ് ബാക്കിയൊക്കെ വരുന്നത്. അപ്പം ഇവിടെ എന്താ പറഞ്ഞ ഇത്രയും വേർഡുകൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഓഫൺ, കൂടുതൽ മിക്കപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ ഫ്രീക്വൻസിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം ഇത് ഉപയോഗിക്കേണ്ടത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് ആഫ്റ്റർ ദ ബി ഫോം ഓഫ് ദ വെർബ്. ബി ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈസ്, ആം, ആർ, വാസ്, വേർ, അങ്ങനത്തെ വെർബിന് ബി ഫോം എന്ന് പറയും. അതിന് ശേഷം ബിഫോർ ആർ പ്ലേസ്ഡ്, സോറി, ആഫ്റ്റർ ബി ഫോമിന് ശേഷമാണ് ഇങ്ങനത്തെ അഡ്വേർബ് ഓഫ് ഫ്രീക്വൻസി ഉപയോഗിക്കുന്നത്. നോക്കാം. ഷീ ഈസ്, കണ്ടോ, ഇതില് ബി ഫോം ആണ് ഈസ്. ഷീസ്, കണ്ടോ, അത് കഴിഞ്ഞിട്ടാണ് ഈ വേർഡ് ഉപയോഗിച്ചത്. യൂഷ്വലി ഇത് അഡ്വേർബ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ ഷീസ് ബി ഫോം ആണ്, ഇതില് അടുത്ത അഡ്വേർബ് ആണ് നെവർ. ഉണ്ടോ? ഇതാണ് ഇവിടെ പറഞ്ഞ അഡ്വേർബ് ഓഫ് ഫ്രീക്വൻസിയില് ബി ഫോമില് ശേഷം ആഫ്റ്റർ ബി ഫോം ആണ് അഡ്വേർബ്സ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത്, the above mentioned adverbs are usually placed after the auxiliary plus subject in interrogative sentences. Auxiliary എന്ന് പറഞ്ഞാൽ helping verb കേട്ടോ. ഹെൽപ്പിംഗ് വെർബാണ് ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബ്സ് ആ ഹെൽപ്പിംഗ് വെർബ്. ഈസാമാറൊക്കെ ഹെൽപ്പിംഗ് വെർബ്സ് ആണ്. അത് ബി ഫോമും ആണ് ഹെൽപ്പിംഗ് വെർബും ആണ് കേട്ടോ. കുറെ ഹെൽപ്പിംഗ് വെർബ്സ് പറഞ്ഞു തന്നിരുന്നു. ആ വെർബുകളൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇവിടെ the above mentioned adverbs are usually placed. മേൽ പറഞ്ഞ അഡ്വേർബ്സ് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാല് after the auxiliary plus subject in interrogative sentences. ക്വസ്റ്റ്യൻ സെന്റൻസില്, ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ സെന്റൻസസ്. ക്വസ്റ്റ്യൻ സെന്റൻസസില് ഉപയോഗിക്കേണ്ടത് ഓക്സിലറിക്ക് ശേഷം സബ്ജക്റ്റ് in interrogative. The above mentioned adverbs are usually placed after the auxiliary verbിനും പ്ലസ് സബ്ജക്റ്റിന് ശേഷമാണ് ക്വസ്റ്റ്യൻ സെന്റൻസില് നമ്മള് ഈ അഡ്വേർബ്സ് ഓഫ് ടൈം ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഷീ ഹാസ് ഓഫൺ ബീൻ ഓവർ ടയേർഡ്. കണ്ടോ, ഇതില് നിങ്ങള് ഷീ the question sentence ആണ്. ഹാസ് ഓക്സിലറി വെർബ്, സബ്ജക്റ്റ് ഷീ, എന്നിട്ടാണ് വന്നേക്കുന്നത് ഓഫൺ. ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ഹാസ് നമ്മുടെ ഓക്സിലറി
ഹാസ് ഓക്സിലറി വെർബാണ്. ഷീ സബ്ജക്റ്റ്. അതിനുശേഷമാണ് ഈ ഓഫൺ വന്നേക്കുന്നത്. ഓക്കെ, കുത്തി വരയ്ക്കുന്ന പോലെയുണ്ട്. അപ്പൊ ഞാൻ ഇതിനെ ഉപയോഗിക്കുന്നില്ല, കാരണം ഇത് ആകെ ഡിസ്റ്റർബ്ഡ് ആകുക. അപ്പൊ ഇനി പേന വേണ്ട. ഞാൻ ഈ മൗസിന്റെ കഴ്സർ കൊണ്ട്, അല്ല കഴ്സർ ഇതുകൊണ്ട് ഞാൻ നിങ്ങളെ പോയിന്റ് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പം ഇത് ഇത് നമ്മുടെ ഓക്സിലറി വെർബ് ഹാസ്, ഷീ സബ്ജക്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അഡ്വർബ് വരുന്നത്. ഇവിടെ അത് തന്നെയാണ് പറഞ്ഞത്. നെക്സ്റ്റ് എക്സെപ്ഷൻ, ഇനി ഓരോ എക്സ്ക്യൂസസ് ഉണ്ട്. These adverbs are usually placed before used to or have to. Remember, used to, have and have to. Infinitive, bare infinitive. അതിനകത്ത് to ഉപയോഗിച്ചുള്ള infinitive ആണിത്. She often used to watch movies with them. ഇവിടെ എവിടെ നമ്മൾ ഉപയോഗിച്ച് the adverbs are usually placed before used to. Often ഇവിടെയാണ് നമ്മുടെ അഡ്വർബ്. ബിഫോർ യൂസ്ഡ് ടു, ഇവിടെ ഇതാണ് അഡ്വർബ്. സോറി, ഇതാണ് ബിഫോർ യൂസ്ഡ്, ഇതാണ് അഡ്വർബ്. അപ്പൊ ഇതിന് ഈ യൂസ്ഡ് ടുവിന് മുമ്പിലായിട്ട് വേണം, പുറകിലായിട്ട് വരും കേട്ടോ. അല്ലെങ്കിൽ അഡ്വർബിന് മുമ്പിലായിട്ടാണ്. ഒരു മിനിറ്റ്, അവിടെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടോ? ഇവിടെ നമ്മളോട് പറയുന്നത് these adverbs are usually placed before used to and have to. have to അല്ലെങ്കിൽ used to മുമ്പിലായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ. ഓഫൺ ഇതാണ്, ഇതിന്റെ മുമ്പിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. Okay, if there is no auxiliary verb, auxiliary verb എന്ന് പറഞ്ഞാൽ helping verb, frequency adverbs are usually placed before the main verb. Auxiliary verb ഇല്ലെങ്കിൽ frequent ആയിട്ട് വരുന്ന adverbs നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ബിഫോർ ദ മെയിൻ വെർബ്. മെയിൻ വെർബിന് മുമ്പായിട്ട് ഫ്രീക്വൻസി adverbs ഉപയോഗിക്കണം. ഓക്സിലറി വെർബ് ആ സെന്റൻസിൽ ഇല്ലെങ്കിൽ. She occasionally visits her grandmother's house. She often helps her friend. Occasionally, ഇതിനകത്ത് there is no auxiliary verb. നിങ്ങൾ കണ്ടോ? ഈസ്, വാസ്, ഹാസ്, ഹാവ്, ഒന്നും അങ്ങനത്തെ ഒരു വേർഡ് ഇവിടെ ഇല്ലല്ലോ. അപ്പൊ if there is no auxiliary verb, എന്താ ചെയ്യണ്ടേ? ഫ്രീക്വൻസി അഡ്വർബ് യൂഷ്വലി പ്ലേസ്ഡ് ബിഫോർ ദ മെയിൻ വെർബ്. മെയിൻ വെർബിന് ശേഷം, അല്ല, മെയിൻ വെർബിന് ബിഫോർ, മുമ്പായിട്ടും വേണം ഉപയോഗിക്കാൻ ഫ്രീക്വൻസി അഡ്വർബ്. ഓക്കെ, ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, വിസിറ്റ്സ് ഹെർ, വിസിറ്റ്സ് ഇതാണ് മെയിൻ വെർബ്. വിസിറ്റ്സ് ആണ് മെയിൻ വെർബ്. അതിന് മുമ്പിലായിട്ടാണ് ഈ ഫ്രീക്വൻസി അഡ്വർബ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത്, if the adverbs such as hardly, ever, rarely, etc. occur at the beginning of the sentence. ഇങ്ങനത്തെ ഫ്രീക്വൻസി അഡ്വേർബ്സ് സെന്റൻസിന് തുടക്കമാണ് ഇടേണ്ടത്. ഓക്കെ, ഏതൊക്കെയാ? ഹാർഡ്ലി, എവർ, റെയർലി, ഇങ്ങനത്തെ. അപ്പം scarcely ever did she try to please him. Seldom have I heard such a foolish opinions. ഇങ്ങനെയുള്ള വെർബുകൾ ആദ്യം നമ്മൾ ഉപയോഗിക്കണം. എവർ, റെയർലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി, അങ്ങനത്തെയൊക്കെ. ഓക്കെ, നെക്സ്റ്റ് adverbs such as hardly, no sooner, never are placed beginning of the sentences of the given emphasis. Same thing. ഇവിടെ സെയിം തിങ് ആണ് പറയുന്നത്. ഇങ്ങനെയുള്ള വാക്കുകൾ സെന്റൻസിന്റെ തുടക്കം ഉപയോഗിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് എന്തുമാത്രം, എന്തൊരു കോംപ്ലിക്കേഷൻ, ഇത് എന്തുമാത്രം പഠിക്കണ്ടേ, എക്സാമ്പിൾ മുഴുവൻ പഠിക്കുന്നത് എങ്ങനെയാ? അത് നമുക്ക് ആർക്കും പറ്റിയല്ല. കാരണം ഈ എക്സാമ്പിൾ മുഴുവൻ എല്ലാം കൂടെ ഓർത്തിരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ചെയ്യേണ്ട ഏക വഴി അഡ്വേർബ് എന്താന്ന് പഠിക്കുക,
ടൈപ്സ് ഓഫ് അഡ്വേർബ്സ് പഠിക്കുക, അതിന്റെ കുറച്ച് എക്സാമ്പിൾ പഠിക്കുക. അപ്പൊ അതിന്റെ അപ്പുറം എന്തായാലും അവർ ചോദിക്കില്ല, കാരണം അവർക്കറിയാം ഇത് ടു മെനി തിങ്സ് ടു റിമെമ്പർ. നിങ്ങൾ ചെയ്യേണ്ടത് അഡ്വേർബ്സ് പഠിക്കുക. അഡ്വേർബ്സ് എന്താന്ന് പഠിക്കുക? അഡ്വേർബ്സ് ആ വേർഡ്സ് ആർ ഡിസ്ക്രൈബ്സ് വെർബ്. ദെൻ ടൈപ്സ് ഓഫ് അഡ്വേർബ്സ് പഠിക്കുക. ഓരോ ടൈപ്സിനും ഓരോ എക്സാമ്പിൾസ് ഉണ്ട്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എക്സെപ്ഷൻ ഒക്കെ വരുന്നത് നമ്മളത് അഡ്വാൻസ് ആയാൽ മാത്രമേ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. അല്ല നമുക്ക് മൊത്തം കൺഫ്യൂസിങ് ആയിരിക്കും. ഇതെന്താ അവിടെ ഇവിടെ എല്ലാത്തിലും ഒരേ രീതി വരുന്നുണ്ട്, എങ്ങനെ മനസ്സിലാവും? അതൊന്നും ഓർത്ത് നിങ്ങൾ വറീഡേ ആകണ്ട. അങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും അവർ ചോദിക്കത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ഡെഫിനേഷൻ മനസ്സിലാകുക, കുറച്ച് എക്സാമ്പിൾ, ടൈപ്സ് ഓഫ് അഡ്വേർബ്സ്. പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്നതാണ് അഡ്വേർബ്സ്. അഡ്വേർബ്സ് സെപ്പറേറ്റ് ആണ്. അപ്പം അത് അഡ്വേർബ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം വെർബാണ്. ഓക്കെ, അത് ഡിസ്ക്രൈബ്സ് ദ വെർബ്. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്ക്രൈബ്സ് അഡ്ജക്റ്റീവ്സ് ആൻഡ് അനദർ അഡ്വേർബ് ആണ് അഡ്വേർബ്സിന്റെ ഡ്യൂട്ടി. 3 കാര്യങ്ങൾ അഡ്വേർബ് ചെയ്യുന്നുണ്ട്: ഡിസ്ക്രൈബ്സ് ദ വെർബ്, അനദർ അഡ്വേർബ് ആൻഡ് അഡ്ജക്റ്റീവ്. അപ്പം എന്തായാലും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ശരിക്കും ഒരു കൺഫ്യൂസിങ് ആണ് കേട്ടോ. അതോർത്ത് വറീഡ് ആകണ്ട. എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമോ അത്ര മനസ്സിലാക്കി കുറച്ച് എക്സാമ്പിളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്ന എക്സാമ്പിളുകൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. എല്ലാം കൂടെ എന്തായാലും ആരും കൊണ്ടും പറ്റുന്ന കാര്യമല്ല, നിങ്ങൾക്കല്ല ആർക്കും പറ്റിയില്ല. പിന്നെ നമ്മൾ പുസ്തകങ്ങൾ വായിച്ചു കഴിയുമ്പോഴും പിന്നെ നമ്മൾ എഴുതുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് കത്തും, ഓ ഇത് ഇങ്ങനെ എഴുതിയാൽ തെറ്റാണല്ലോ, ഇതിങ്ങനെ വരാൻ പാടില്ലല്ലോ, ഇതിങ്ങനെ വരണമല്ലോ. അതിനാണ് ശരിക്കും ഇത് ഇത്ര ഇലാബറേറ്റ് ആയിട്ട് പോകുന്നത്. അതിന് നമ്മൾ സമയമെടുത്ത് തന്നെ പഠിക്കേണ്ടി വരും. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ്സ് കണ്ടിന്യൂ. ഇനി നമ്മൾ വരുന്നത് അഡ്വേർബ്സ് ഓഫ് ഡിഗ്രി. നമ്മൾ ഓൾറെഡി ഇതിനകത്ത് അഡ്ജക്റ്റീവ്സ് ഓഫ് ഡിഗ്രി നമ്മൾ കണ്ടു. അത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, കമ്പാരിറ്റീവ് ഡിഗ്രി, ദെൻ സൂപ്പർലേറ്റീവ് ഡിഗ്രി നമ്മൾ അത് കണ്ടായിരുന്നു, അത് പഠിച്ചു. ഇത് വേറെ അഡ്വേർബ്സ് ഓഫ് ഡിഗ്രി ആണിത്. Adverbs of degree such as quite, almost, absolutely, barely, enough, rather, completely. Adjectives of degree അത് വേറെ ഇത് വേറെ കേട്ടോ. ഇത് adverbs of degree ആണ്. മറ്റേത് നമ്മൾ പഠിച്ച ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺസ് ആണ്. അത് adjectives, comparative degree, then superlative degree, അത് വേറെയാണ്. ഇത് കൺഫ്യൂസ്ഡ് ആകരുത്. നമ്മൾ പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി, അത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ അല്ലെങ്കിൽ ഡിഗ്രീസ് ഓഫ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയും അതിനെ കേട്ടോ. അതല്ല, ഇത് വേറെ. ഇത് അഡ്വേർബ്സ് ഓഫ് ഡിഗ്രി. ഇത് പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് അല്ല, ഇത് ഡിഫറെന്റ് ആണ്. ഇത് ശ്രദ്ധിക്കുക. അഡ്വേർബ്സ് ഓഫ് ഡിഗ്രി സച്ച് ആസ് ക്വയറ്റ്, ഓൾമോസ്റ്റ്, അബ്സല്യൂട്ട്ലി, ബെയർലി, ഇനഫ്, റാദർ, കംപ്ലീറ്റ്ലി, എക്സെട്ര. ഇതൊക്കെയാണ് ആ വേർഡുകൾ. മോഡിഫൈ ആൻ അഡ്ജക്റ്റീവ് ഓർ അനദർ അഡ്വേർബ് ആൻഡ് ആർ പ്ലേസ്ഡ് ബിഫോർ ഇറ്റ്. ഈ അഡ്വേർബ് ഓഫ് ഡിഗ്രീസിന്റെ ഡ്യൂട്ടി എന്താണ്? മോഡിഫൈ അനദർ അഡ്ജക്റ്റീവ് ഓർ അനദർ അഡ്വേർബ് ആൻഡ് പ്ലേസ്ഡ് ബിഫോർ ഇറ്റ്. ഇതിന്റെയൊക്കെ മുമ്പിലായിട്ടാണ് ഇതിടുന്നത്. മോഡിഫൈ ചെയ്യും, അഡ്ജക്റ്റീവിനെയോ അല്ലെങ്കിൽ അനദർ അഡ്വേർബിനെ മോഡിഫൈ ചെയ്ത് പറയുന്നതാണ് അഡ്വേർബ്സ് ഓഫ് ഡിഗ്രി. ഈ വാക്കുകൾ ക്വയറ്റ്, ഓൾമോസ്റ്റ്, അബ്സല്യൂട്ട്ലി, ബെയർലി, ഇനഫ്, റാദർ, കംപ്ലീറ്റ്ലി, എക്സെട്ര എന്നുള്ള വേർഡുകൾ. ഓക്കെ, ഷീസ് ക്വയറ്റ് ഹംബിൾ. നോ, ഷീ ഹാഡ് ഓൾമോസ്റ്റ് റീച്ച്ഡ് കാലിക്കറ്റ്. അപ്പൊ ഇതിന്റെയൊക്കെ മുമ്പിലാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി അഡ്വേർബ്സ് ഓഫ് ഡിഗ്രി സച്ച് ആസ്, അഡ്വേർബ്സ് ഓഫ് ഡിഗ്രി ഇവിടെ കണ്ട് നമ്മൾ കുറച്ച്. ഇനി അടുത്തത് ഓൾമോസ്റ്റ്, ബെയർലി, ഇനഫ് മോഡിഫൈസ് വെർബ്. വെർബിനെയാണ് ഇത് മോഡിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കാം. ഷി ഓൾമോസ്റ്റ് ഫെൽ ഡൗൺ ഫ്രം ദ ലാഡർ. ഇതിന്റെ വെർബ് എന്താണ്? ഫെൽ. ഓക്കെ, ഓൾമോസ്റ്റ് ഫെൽ ഡൗൺ ഫ്രം ദ ലാഡർ. അപ്പൊ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഈ വെർബ് വരുന്നത്. ഇവിടെ എന്താണ്? ഓൾമോസ്റ്റ് എന്നുള്ളതിന്റെ ഇവിടെ മോഡിഫൈ ചെയ്യുന്ന വെർബിനെ മോഡിഫൈ ചെയ്ത് പറയാ കേട്ടോ. ഷീ കുഡ് ബെയർലി സീ ദ ലെയിൻ.
ലേ എന്ന് പറഞ്ഞാൽ വഴി, കാണാനേ പറ്റുന്നില്ലായിരുന്നു. ബെയർലി എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടി, കാണാൻ പറ്റുന്നില്ലായിരുന്നു, അതിനാണ് മീനിങ് വരുന്നത്. ഇനി അടുത്ത് ജസ്റ്റ് ആൻഡ് ഓൺലി ആർ പ്ലേസ്ഡ് ബിഫോർ ദ വേർഡ് ഇറ്റ് അപ്ലൈസ് ടു. കണ്ടോ, ഷീ റോട്ട് ഓൺലി വൺ പോം, ഷീ ഹാസ് ജസ്റ്റ് ഫിനിഷ്ഡ് ഹർ ടാസ്ക്. എന്താ പറഞ്ഞത്? ജസ്റ്റ് ആൻഡ് ഓൺലി ആർ പ്ലേസ്ഡ് ബിഫോർ ദ വേർഡ് ഇറ്റ് അപ്ലൈസ് ടു. വേർഡിനെ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? അതിന്റെ മുമ്പിലായിട്ട് ജസ്റ്റും ഓൺലി ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് വൺ, fairly is used in a positive sense, while rather is used in both positive as well as negative sense. Fairly എന്നുള്ള വേർഡ് പോസിറ്റീവ് ആണ്, റാദർ എന്നുള്ള വേർഡ് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഷീ പ്ലേഡ് ഫെയർലി വെൽ ഇൻ ദ ടൂർണമെന്റ്, പോസിറ്റീവിലായിട്ട് പോസിറ്റീവ് ആണ് അതിന്റെ മീനിങ്. ഷീസ് റാദർ ടു നൈവ് എന്നുവെച്ചാൽ അത് നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഓർഡർ ഓഫ് അഡ്വേർബ്സ്. ഈ അഡ്വേർബിന്റെ ഓർഡർ. When a sentence has two or more adverbs in it, follow the order. രണ്ടോ അതിൽ കൂടുതലോ അഡ്വേർബ്സ് ഉള്ള സെന്റൻസിന്റെ ഓർഡർ നമ്മൾ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്? മാനർ ആൻഡ് പ്ലേസ്, ടൈം. ആദ്യം അതിന്റെ മാനർ പ്ലേസ് ചെയ്യണം, പിന്നെ പ്ലേസ്, പിന്നെ ടൈം. ഇങ്ങനെയാണ് അതിന്റെ ഓർഡർ വരുന്നത്. ഷീ ടോക്ക്ഡ് ചിയർഫുള്ളി, മാനർ. കണ്ടോ, അതിന്റെ മാനർ ഫസ്റ്റ്. ഇൻ ദ മീറ്റിംഗ്, എന്തിനാ? പ്ലേസ്. കണ്ടോ, മീറ്റിംഗ്. ടൈം ഫോർ 10 minutes. ഇങ്ങനെ അതിന്റെ ഓർഡർ വരുന്നത്. ഇതേ ഓർഡറിൽ വേണം നമ്മൾ എഴുതാൻ. എന്ത് എഴുതുമ്പം രണ്ടിൽ കൂടുതൽ അഡ്വേർബ്സ് വരുന്ന സെന്റൻസ് ഉള്ളപ്പം നമ്മൾ എഴുതേണ്ട ഓർഡറാണ്. ആദ്യം മാനർ മെൻഷൻ ചെയ്യണം, രണ്ടാമത് പ്ലേസ് മെൻഷൻ ചെയ്യണം, മൂന്നാമതാണ് ടൈം മെൻഷൻ ചെയ്യുന്നത്. ഈ ഓർഡർ മനസ്സിൽ വെക്കണം കേട്ടോ. ഈ ഓർഡറിൽ വേണം നമ്മൾ രണ്ടിൽ കൂടുതൽ അഡ്വേർബ്സ് വരുവാണെങ്കിൽ എഴുതേണ്ടത്. ദി ചിൽഡ്രൻ പ്രേഡ് സൈലന്റ്ലി, മാനർ. In the assembly place, assembly hall place for some time. ഇതാണ് അതിന്റെ ഓർഡർ. ഇനി നോട്ട്, അവേ, ബാക്ക്, ഡൗൺ ഈ വേർഡുകൾ ആണെങ്കിൽ പ്ലേസ്ഡ് ബിഫോർ അഡ്വേർബ്സ് ഓഫ് മാനർ. ഷി വെന്റ് സൈലന്റ്ലി ബാക്ക്, റോങ് ആണ്. ഷി വെന്റ് ബാക്ക് സൈലന്റ്ലി, ഇതാണ് അതിന്റെ കറക്റ്റ്. അപ്പൊ എന്താ ചെയ്യാ? ഇതിലേതേലും ഒരു വേർഡാ വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അഡ്വേർബ്സ് ഓഫ് മാനറിന്റെ മുമ്പിലാണ് അഡ്വേർബ് പ്ലേസ് ചെയ്യേണ്ടത്. ഷീ വെന്റ് സൈലന്റ്ലി ബാക്ക്, റോങ് സെന്റൻസ് ആണ്. നമ്മൾ അതിന് പകരം എന്ത് ചെയ്യേണ്ടത്? ഇത് സൈലന്റ്ലി എന്നുള്ള അഡ്വേർബ് മാനറിന്റെ മുമ്പായിട്ടാണ് ബിഫോർ അഡ്വേർബ് ഓഫ് മാനർ. ഓക്കെ, ഷീ വെന്റ് ബാക്ക് സൈലന്റ്ലി. ഞാൻ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഉടനെ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഒത്തിരി എക്സാമ്പിളും ഡെഫിനേഷനും ഒന്നും ഒക്കെ കണ്ട് വിഷമിക്കേണ്ട. അതൊക്കെ ഈസി ആയിക്കോളും കേട്ടോ, സുഗമം ആയിക്കോളും എല്ലാം. ഇത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഡോണ്ട് വറി, നിങ്ങൾ പെർഫെക്റ്റ്, യു വിൽ ബി ഫൈൻ, യു വിൽ ബി വെൽ, യു വിൽ ബി ഗുഡ്. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് too much of explanation or too much of examples, too many examples. You don't need to worry about that, you will be fine. Okay.